ഹലോ 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 അല്ല ബനാന ഹലോ എടാ ചന്തു മിണ്ടായിരിക്കണം മറ്റേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഹലോ ഹലോ ഗൈസ് ഏതാ സ്ഥലം അയ്യോ എടാ ഞാൻ അയ്യോ ഏതാ കൊല്ലുന്നേ ഇൻട്രോഡക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ ഇവിടെ ഇവിടെ ആ ഇവിടെ സീഫ ഹലോ ഗേസ് അപ്പം വെൽക്കം ബാക്ക് നമ്മൾ ലൈക്ക് ചെയ്യണം അപ്പം നമ്മൾ നെതറിൽ വന്നിട്ട് നമ്മൾ സോൾ സാൻഡ് കളിക്കായിരുന്നല്ലേ ഞാൻ സോൾ സാൻഡ് അത് നീ ചത്തതായിരിക്കും ഇവിടുന്ന് അല്ലട ഞാൻ അല്ലാതെ തന്നെ വന്ന് നീ നെതറിന്ന് നമുക്ക് ഇവിടുന്ന് ഡയമണ്ട് ഒക്കെ ഉണ്ടാക്കണം. ഏടാ അപ്പൊ സോൾ സാൻഡാ പിന്നെ പുറക്കാം. എടാ എൻ്റെ അടുത്ത് വാട്ടർ ബക്കറ്റ് ഇല്ല, ലാവ ബക്കറ്റ് മതിയോ? ഞാൻ ഒന്ന് ലാവ ബക്കറ്റ് കൊണ്ട് ഗ്ലിച്ച് ഉണ്ടാക്കി നോക്കട്ടെ. ഉയ്യോ എന്നെല്ലാവരും കൂടെ സറൗണ്ട് ചെയ്തിരിക്കുന്നു. ഐ തിങ്ക് ഇവിടെ ഞാൻ സേഫാണ്. എടാ എടാ ഇങ്ങോട്ടാരും വരത്തില്ല. നോക്കടാ ഞാനിവിടെ സേഫാ. ഞാനിവിടെ ഒരു ഹെൽത്ത് കൊണ്ട് സേഫായിട്ടിരിക്കുന്നു. ചുറ്റും രണ്ടെണ്ണം ഇരിക്കുന്നു, പക്ഷേ രണ്ടെണ്ണത്തിൽ ഇങ്ങോട്ട് വരാൻ ചാടിക്കോ. ഈ സ്ഥലത്തിൻ്റെ ആകെയുള്ള ഒരു ഉപയോഗത എടാ നമ്മളെ ഗൈസ് ഞാനൊരു സാധനത്തിൻ്റെ പേര് പറഞ്ഞാലേ അതപ്പം വരും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നില്ല അതിൻ്റെ സാധനത്തിൻ്റെ പേര്. നന്ദു പറഞ്ഞു കൊടുക്കടാ. അത് വന്നു. ആ സാധനം വന്നു. എടാ ഇതാരാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേ? നീ ഇതിലെ കൂടെ വരുമ്പോഴേ നീ ഇങ്ങനെ ഇത് തങ്ങിയിരിക്കല്ലോ. ഓക്കെ എടാ നമ്മളെ ഡെക്കറേഷൻ തുടങ്ങാം. ആദ്യം തന്നെ ഇവിടെ മൊത്തം കാർപ്പറ്റ് ഇടണം. ഇല്ല വേണ്ട, നമ്മൾക്കേ ഇനി നമ്മുടെ ഫുഡിൻ്റെ കാര്യം റെഡിയാക്കണം. വാ ഫാമിങ്. എൻ്റെ കയ്യിൽ 16 ഹേബേലുണ്ട്. ഹേബേല നമ്മളാരെയും വിറ്റ് ജീവിക്കരുത്, നമ്മൾ സ്വന്തം പണിയെടുക്കണം. നമുക്കിവിടുന്ന് സ്ഥലേ കുഴിച്ചെൻ്റെ ഫാമിങ്ങിന് സ്ഥലം ഉണ്ടാക്കട്ടെ. അയൺ അവിടെ ഈ അയണിനൊക്കെ ഇപ്പൊ പുല്ല് വിലയാണ്. വേണ്ട എനിക്ക് അയൺ മതി. ഇവിടെ കോപ്പർ സൾഫേറ്റ് കിടക്കുന്നു. ഞാൻ എൻ്റെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. എനിക്കിപ്പോൾ 3 സബ്സ്ക്രൈബേഴ്സുണ്ട്. ആ 3 ആളാരൊക്കെയാണെന്ന് ഞാൻ വെളിപ്പെടുത്താം. ഒന്നെൻ്റെ അനിയൻ ഇവിടെ ഇരിക്കുന്ന നന്ദു, ഒന്നെൻ്റെ അമ്മ, ഒന്നെൻ്റെ മാമൻ. 3 അല്ല പിന്നെ ഒന്നെൻ്റെ അച്ഛനും. അപ്പം 4 സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ. ഞാൻ പുരോഗമനമുണ്ട്. എൻ്റെ പുരോഗമനം വലുതാണ്. ഇല്ലടാ നന്ദു, ഇവിടെ കോള് നടക്കുന്നു. കോളല്ലേ നന്ദു കുറച്ച് ടോപ്പ് ചെയ്യടാ. അല്ലേ വേണ്ട നമുക്കേ ഒരു ഡെക്കറേഷൻ. ഇവിടെ നന്ദു നമ്മുടെ ഡെക്കറേഷൻ ലാഭം ഉണ്ട് ഇട്ടല്ലോ ഇവിടെ. ലൈറ്റിന് വലുതായി. ഞാൻ ഈ കുഴിയിൽ കുറച്ച് ലാഭം ഇടാം. ഇവിടെ എന്തോ ലൈറ്റ് ഇടാൻ ലാഭം ഇട്ടപ്പോ ഭയങ്കര ലൈറ്റ്. ഇതെന്റെ കൃഷിസ്ഥലം.
അടുത്ത് തന്നെ ഒരു അയൺ ഫാം തുടങ്ങും ഇവിടെ വന്ന്. എപ്പോഴാണ് ആൾക്കാർ ഇവിടെ വണ്ടറിങ് ട്രേഡർ ഉണ്ട്. ട്രേഡർ ഞാൻ തല്ലി കൊല്ലണമായിരുന്നു. കാരണം ഒരു ബോട്ടിൽ വാട്ടർ അതിന് ഒരു എമറാൾഡ് കിട്ടും. ഈ സാധനം വാങ്ങാൻ പറ്റൂടാ. ഒരു ബോട്ടിൽ വാട്ടർ കൊടുത്താലേ തുപ്പില്ല അവന്. നീ എന്തിനു വന്നു? ശരി, ഞാൻ ഇവിടെ ക്രോപ്സ് പറിക്കാൻ വന്നു. ഇവിടെ ആരാടെ ഇതൊക്കെ നട്ടിട്ട് പോയി? അയ്യോ, അറിയാണ്ട് ചാടിയാണ്. നമ്മുടെ പൊട്ടറ്റോ കൃഷി, എല്ലാ കൃഷി. ആദ്യം നമ്മൾ വെള്ളത്തിന് ഒരു സോഴ്സ് ഉണ്ടാക്കണം. നന്ദു 2 ബക്കറ്റ് വെള്ളം മേടിച്ചിട്ട് പോടാ. എന്നോട് കിണറ്റിലെ വെള്ളം മാറുന്നതല്ല ഞാൻ പറഞ്ഞത്. എടാ, കിണറ്റിലെ വെള്ളം മാറുന്ന കണ്ടാലേ ആൾക്കാർ സംശയിക്കും. എൻ്റെ ലാവ ഉണ്ട്. ഞാനേ ചെസ്റ്റിൽ വെച്ചിരിക്കും. ബാക്കി എൻ്റെ ബണ്ടില്ല. അതൊക്കെ കിടക്കട്ടെ, ആവശ്യമില്ല. എനിക്ക് തന്നെ താങ്കളോട് നിനക്ക് ഭയങ്കര സ്നേഹം. അയ്യോ, എൻ്റെ ലാവം ഒരു ഒബ്സിഡിയനായി മാറിയേ. എൻ്റെ ലാവയെ കൊന്നത് നന്ദുവാണ്. അവനെ കൊല്ലണം. നീ ഇങ്ങോട്ട് വാടാ. എന്താ ചന്തൊന്നും ഇല്ലാത്ത വെറുതെ ഇല്ല. ഞാനവന് എൻ്റെ അടുത്തില്ല. ജസ്റ്റ് നിൻ്റെ അടുത്ത് ജസ്റ്റ് എടുക്ക് ബ്രോ. ഇല്ല, ഇതിലേക്ക് തീറ്റിട്ടോ. ഞാനും കൂടി ഇടാൻ സഹായിക്കും. ഒരു ചെസ്റ്റും കൂടെ വാങ്ങണം. എൻ്റെ അടുത്ത് ഒരു ഡയമണ്ട് ഉണ്ട് സാർ. എൻ്റെ 36 പൊട്ടാറ്റോ ഉണ്ട്. നീ തിന്നു. പൊട്ടാറ്റോ, അവൻ പൊട്ടാറ്റോ. എനിക്ക് പൊട്ടാറ്റോ ഞാൻ കൃഷി ചെയ്യട്ടെ. പൊട്ടാറ്റോ താടാ. ഞാൻ കാല് പിടിക്കടാ. പൊട്ടാറ്റോ താടാ. പൊട്ടാറ്റോ വേണോടാ? വേണമടാ. അവിടെ കിടക്കട്ടെ. നന്ദു ഫെദർ ഉണ്ടോടാ? എടാ, നമുക്ക് അതുപോലെ ആനിമൽസിനെ ഇവിടെ കൊണ്ടുപോകണം. നീ ഒന്ന് കിടന്നുറങ്ങും. ഓക്കെ, നമ്മളിതായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട 2 വെള്ളം എടുത്തിട്ടില്ല. ഞങ്ങൾ ശിവരാത്രി അല്ലേ? ഞങ്ങളിവിടെ ശിവരാത്രി ഞങ്ങൾ യൂട്യൂബ് വരുമാനം ഉണ്ടാക്കും. എൻ്റെ അമ്മ, ഞാനിന്ന് നമ്മുടെ വില്ലേജറിനെ കൊല്ലാൻ 2 ജോംബി പോകുന്നത്. എടാ, ഞാൻ ഇന്ന് കണി കണ്ടത് കേട്ടോ. ഞാൻ കണി കണ്ടത് ഒരു കഴുകേനെ. എടാ, നമ്മുടെ സോംബി ഒരു വില്ലേജറിനെ കൊന്നു. അല്ല, നമ്മുടെ സോംബിയല്ല, ഒരു പന്ന സോംബി നമ്മുടെ വില്ലേജറിനെ കൊന്നു. നമുക്കിവിടെ ഒരു ചിക്കൻ്റെ ഫാം ഉണ്ടാക്കണം.
ചിക്കൻ്റെ ഫാം. എനിക്ക് കോഴിയെ വേണം. എടാ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ എല്ലാം റെഡിയാക്കി വെക്കാം. നീ ഫെൻസും അതൊക്കെ റെഡിയാക്കി വെക്കും. ഞാൻ കുറച്ച് കോഴീനെ ഉണ്ടാക്കിയിട്ട് വരാം. കോഴി മാത്രല്ല, എനിക്കിപ്പോൾ കോഴി വേണം. സ്ഥലം ഉണ്ടാക്കുന്നത് നമുക്ക് കോഴിനെ ഞാൻ പറയുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവരണം. 2 കോഴിയെ കിട്ടി. എടാ നീ മറ്റേ ലാമേനെ കൊന്ന് കിട്ടിയ കയറുണ്ടാവുമല്ലോ, അത് വെച്ചാൽ തൂക്കിക്കൊല്ലും. അതാ തൂക്കിക്കൊണ്ടു. ഞാൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാം. എടാ മുട്ട കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? മുട്ട കൊണ്ട് നിന്നെ ഉണ്ടാക്കാം. മുട്ട കൊണ്ട് ഒരൊറ്റ ഉപയോഗവും ഇല്ല. അപ്പം നമുക്കേ കോഴീനെ എടാ നമ്മുടെ ബേസിലേ ഒരു ലാപ്പിസ് ലസൂളി. നമ്മുടെ ബേസിൽ വരെ പോവുക ലാപ്പിസ് ലസൂളി പടം. കോഴി നമുക്ക് എവിടെ ഫെൻസ്? ഇങ്ങോട്ട് കൊണ്ടുവാ, അകത്തേക്ക് കേറി. ഓക്കെ ഇവരെന്തൊക്കെയാ ചെയ്യുന്നത്? അകത്ത് അവിഹിതം അകത്ത് വളരെ ഞാനേ ഒരു ഫ്രണ്ട്സിൻ്റെ വാതിലുണ്ടാക്കാം. കോഴികൾക്ക് അത്രയൊക്കെ സൗകര്യം. നീ എന്നെ ഇതാക്കിയിട്ട് വാടാ. നീ എന്നാ വുഡില്ല നിൻ്റെ അടുത്ത്? ഉടറൻ്റെ വുഡ് വുഡ് ഇതിൽ വെച്ച കുട്ടിക്കോഴി ഗോൾഡ്. എനിക്ക് കോഴീനെ എന്തിനാണെന്നറിയോ? കൊന്നിട്ട് ആരോ ഉണ്ടാക്കാം. നമ്മളെ അടുത്ത് ഇപ്പം 4 ഡയമണ്ട് ഉണ്ട്. നമുക്കേ ഒരു ഇതുണ്ടാക്കിയാലോ, എൻചാൻറ്റിങ് ടേബിൾ. എടാ നന്ദു എന്തുവാണേ നമ്മ ബ്രീഡ് ഫെദർ കിട്ടി. ഫെദർ 2 ഇവിടെ കിട്ടും. അല്ല നിങ്ങൾ എവിടെ പോവാ? ഇങ്ങോട്ട് പോവാ. ഓക്കെ നമുക്ക് ബ്രീഡിംഗ് ഫാം ഉണ്ടാക്കാം. ഞാൻ പോയിട്ട് ഇച്ചിരിയും കൂടെ കോഴീനെ പിടിച്ചിട്ട് വരാം. എടാ നീ അപ്പത്തേക്ക് ഇവിടെ നിൽക്കണേ. നിൽക്കടാ, ഇല്ലെങ്കിൽ ഇത് നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയിട്ട് ഇനി കോഴീനെ പിടിച്ചിട്ട് വരാം. എടാ കോഴിയെല്ലാം കൂടെ പുറത്തിറങ്ങി. അത് കുഴപ്പമില്ല. കോഴി പുറത്ത് നീ അടുത്താക്കി. ഓക്കെ ഒന്നോ എടി ഇത് ഡിസ്കൗണ്ടായി പോത്തില്ല. മറ്റവന് ചുങ്കുടുന്നു, ഇപ്പുറത്തവന് ചങ്കുടുന്നു ഇടുവേ. ഓക്കെ ചുങ്കുടും. ഞാനേ ഇവിടെ കുറച്ച് ടോർച്ചൊക്കെ ഇട്ടിട്ട് ഇനി ഇത് കോഴി ഫാം. നീ കോഴി ഫാം ഡ്രൗൺ സുകുമാരൻ. ഞാൻ പറയുന്ന പോലെ ചെയ്തോണോ? എനിക്കിവിടെ വലിയ ഫാം തുടങ്ങണം. അവിടെ തുടങ്ങിയ ഞാൻ കട്ട സപ്പോർട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കുറച്ച് അയൺ എടുത്തിട്ടേ. നീയേ മൈനിങ്ങിന് പോവാ. ഞാൻ ഇവിടെ കോഴി ഫാം നോക്കിട്ടെ. ഞാനാണ് കോഴി ഫാമും പൂച്ച ഫാമും എല്ലാ ഫാമും നടത്തും. വെള്ളത്തിൻ്റെ അടിയിൽ ഫുഡ് കഴിക്കുന്ന ഞാൻ. ഓക്കെ
ഞാൻ അപ്പം ഗായ്സ് ഞാനിവിടെ മൊത്തം കുഴിച്ചെടുക്കുകയാണ്. എടാ അതുകൊണ്ടാണ് പറഞ്ഞത് നീയേ കുറേ സീഡ്സ് കളക്ട് ചെയ്യും. ഞാൻ ഇവിടെ മുഴുവൻ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്കേ കോഴി ഫാമും പൂച്ച ഫാമും എല്ലാ ഫാമും നടത്താം. അല്ല നമുക്കേ ആട് ഫാം തുടങ്ങാം. വൂള് അത്യാവശ്യം. എന്നാ ആടിഞ്ഞ കൂടെ എന്നാ എന്നാ കയറ് കെട്ടി വലിച്ചോണ്ട് പോടും. ശരി കോഴി ബ്യൂട്ടിഫുൾ കോഴി ഞാൻ പോയി കുറച്ച് ശവളി ഉണ്ടാക്കട്ടെ. ഇവിടെ മൊത്തം മണ്ണ്. എന്താണ് മിസ്? ആ എനിക്ക് നമ്മൾ ഫീഡൊക്കെ ഇട്ടേക്കല്ലേ. ഡിസ്പോൺ ആയാണ്ട് ചന്തിനെ അടിച്ചോട്ടി കോഴി ദൈവത്തിനോട് ചോദിക്കാം. കോഴീസ് വേറെ എൻ്റെ കോഴിയെ എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാ നിൽക്കുന്ന രണ്ടെണ്ണം. നീ ഇപ്പൊ ഫെദർ എടുക്കല്ലടാ. ഞാനും കൂടെ നിന്നെ കൂടെ കൊല്ലാനുണ്ട്. ഞാൻ പറയുന്നത് വെയിറ്റ് ചെയ്യും. നമുക്ക് അവിടെ ആരടാ ഈ കോഴികളാണോ ഇവിടുത്തെ ടോർച്ച് മൊത്തം എടുത്തുകൊണ്ട് പോയത്? പല കോഴികളെ കൊല്ലണം, ചിക്കൻ എടുക്കണം, പൊരിക്കണം, എനിക്ക് തരണം, തിന്നണം. ട്രൈഡന്റ് ഉള്ളൊരു മറ്റേ കോതൻ കൊന്നടാ. എനിക്കാ കിട്ടിയില്ല. എവിടെ മണ്ണ് ഒഴിച്ചോണ്ടിരിക്കുക? മണ്ണ് ആദ്യമായിട്ടാണ് എനിക്ക് ട്രൈഡന്റ് ഡ്രൗണിനെ കൊന്നിട്ട് ഇത് കിട്ടാത്ത, ട്രൈഡന്റ് കിട്ടാത്ത ആദ്യമായിട്ടാണ്. നന്ദു ലോകാത്ഭുതങ്ങളിൽ ഒന്ന് സൃഷ്ടിച്ചു. അവിടെ ഇങ്ങോട്ട് വന്ന് എന്നെ ഒന്ന് സഹായിച്ചടാ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ. ഞാൻ നിന്നെക്കാട്ടി പിന്നെ പണിയില്ല. ഞാൻ പറയുന്ന ആനിമൽസും നീ കുറെ വുഡ് കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഗായ്സ് നന്ദുവിനെ വുഡ് കളക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ കേൾക്കുമെന്നൂടെ ഞാൻ വീട് ഉണ്ടാക്കാൻ സഹായിക്കും. അവൻ കേൾക്കത്തില്ല. ഗായ്സ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കോഴി, എൻ്റെ ആഗ്രഹം അവൻ നിറവേറുന്നില്ല. ഗായ്സ് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇത്രയും വീഡിയോ ഇട്ടിട്ട് ഒരാൾ പോലും കേട്ടില്ല. അല്ല ഇതിപ്പോൾ ഞാൻ പക്ഷേ ഒരു നാൾ ഞാൻ വിജയിക്കും. ഇവൻ നാളെ പോകുന്നത് അപ്പം ഇതാരോട് ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ വീഡിയോ വരുന്നു. നാളെ തൊട്ട് ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ ഫ്രീ ഫയർ ഉണ്ട്. അത് നാളെ തൊട്ട് മറ്റന്നാൾ. നാളെ ഞാൻ കാവിലായിരിക്കും. നെറ്റോ ഫീഡ് ചെയ്ത് നമുക്ക് എടുക്കും. പിന്നെ പൊരിക്കാം. എടാ കോഴി പോയി. എടാ നന്ദു എടാ കൊല്ലലടാ. ഫെദേഴ്സ് കളക്ട് ചെയ്യില്ല. എടാ ഞാൻ പോയിട്ടോ കുറച്ചുകൂടെ ഫീഡ് എടുത്തിട്ട് കോഴിക്ക് കൊടുക്കാൻ ഫീഡ് കോഴിക്കോട് എടാ അതല്ലേ പറഞ്ഞ നമുക്ക് ഇവിടെ ഈ ബീച്ചിൻ്റെ ഫാമൊക്കെ തുടങ്ങാം. സീഡ് കൂടുന്നു കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ 4 സീഡും കൂടെയുണ്ട്. ഇതവർക്ക് കൊടുത്തിട്ട് അവർക്ക് കുട്ടികളുണ്ടാക്കും. പെട്ടെന്ന് മക്കളെ ബബ്ബുണ്ട്. എടാ നീ ആ കോഴിക്കുഞ്ഞുങ്ങളെ കൂടെ കൊന്നോടാ. അല്ല അവരെ ഞാൻ വലുതാക്കി സീഡ് കൊടുത്തിട്ട്. എന്തുവാട് എനിക്ക് നല്ല ഇഷ്ടമായി. എടാ വാദ്യ തുറന്നിട്ട് വന്നേക്കുന്നു പറഞ്ഞു.
ആ എനിക്ക് തിരിച്ചു പോകാനല്ലേ. ഓ പോയി. ഈ കോഴി എങ്ങനെ വെളിയിറങ്ങി? എൻ്റെ കയ്യിൽ സീഡും ഇല്ല. നിൽക്കണം, നിന്നെ കയറ് കെട്ടി. ഒന്നാളാ എടുക്കാം. താങ്ക് യു ബ്രോ. ഫെദർ തന്നില്ല. പിന്നെ ആരും ഉണ്ടാക്കുക? നീല കളർ ബണ്ടിലുണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കി. അവിടെ ചെസ്റ്റ് മൊത്തം ഫുള്ളാ. ഓ നിൻ്റെ കയ്യിൽ ഫ്ലിൻ്റ് ഉണ്ടോ? ഫ്ലിൻ്റ് ഇല്ല. ആകെയുള്ള ഫ്ലിൻ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കി. ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. ഗൈസ് അതെൻ്റെ വട്ട് പിടിച്ച അനിയനാണ്. ഒന്നും പ്രതീക്ഷിക്കരുത്. അവൻ എപ്പോഴാ വട്ട് മാറുമെന്നും പറയുമ്പോഴത്തേക്ക് അത് എപ്പോഴാ പിടിക്കാനും പറയുന്നത്. നാണം പോലും ഇല്ലാത്തവനാണ്. എൻ്റെ അനിയൻ അവനെ ഒരു വൃത്തികേടും കാണിക്കത്തില്ല. ഇവനാണ് ഇവിടുത്തെ വൃത്തികേടും രാജാൻ. വൃത്തികേടാണ്. മിണ്ടല്ല. കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതേ എനിക്ക് കാണാനോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവന ഞങ്ങളിവിടെ നാളെ തൊട്ട് ചന്ദ്രനെ കളിക്കാൻ ശിവരാത്രി ഇരിക്കാൻ വേണ്ടി കുഞ്ഞതിട് കുഞ്ഞ് ലൈറ്റ് ഓഫാക്കി. അതില്ലെങ്കിൽ ഒരു സുഖമില്ല അല്ലേ? എനിക്ക് അടുപ്പിച്ച് 2 പ്രാവശ്യം ഇത് കിട്ടി ഫ്ലിൻ്റ്. ശരി. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് നിരത്തി റെഡിയാക്കിയിട്ട് നമുക്ക് കാണാം. അപ്പം ഗൈസ് ഇത്രയും അധ്വാനപ്പെട്ട് ചെയ്തുകൊണ്ട് എൻ്റെ അധ്വാനം ടണ്ടണേ. അയ്യോ ഇത് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ പേപ്പർ ഉണ്ടാക്കാൻ 3 കരിമ്പ് നീ വെട്ടിക്കൊണ്ട് വാടും. അപ്ഡേഷനിൽ വന്നതായിരിക്കും. നന്ദ് ഇതിനി ഒരു കോഴി പശു ആട് അല്ല പിഗ്. എനിക്കൊരു കോഴിക്കുഞ്ഞിനെ കിട്ടി മുട്ട എറിഞ്ഞപ്പോൾ. സൂക്ഷിക്കണം. നിന്നോട് പോയിട്ട് കുറച്ച് ഷുഗർ കേക്ക് ഉണ്ടാക്കി തരാം. നീ വേഗം പോയിട്ടെ കുറച്ച് അവിടെ 3 ഷുഗർ കേക്ക് ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. 3 പേപ്പർ വേണമായിരുന്നു. പേപ്പർ നിന്റെ കയ്യിലിരിക്കുന്നു. നീ ഞാൻ പറഞ്ഞ പണി ചെയ്തോ. എടോ കുറച്ച് വുഡ് നോക്കിടോ. കുറച്ച് വുഡ് കൊണ്ടെത്താടോ. ഇനി ബുക്ക് ഉണ്ടാക്കണം. ബുക്കും പിന്നെന്തുവാ? 4 ഒബ്സീഡിയം വേണം. എടാ നീ നെതറിൽ പോയിട്ടേ നമ്മുടെ പോർട്ടലിൽ ഒരു അരിവ് ഇന്ന് മുറിച്ചെടുത്തോണ്ട് പോവാ. എടാ പോർട്ടലിന്റെ ഒരു സൈഡില്ലേ, ആ സൈഡ് വെട്ടിയ കുഴപ്പമില്ലല്ലോ. മുറിച്ചെടുത്താ ഏത് പോർട്ടലിന്റെ മറ്റേ അറ്റം എഡ്ജ് അതിങ്ങനെ പൊട്ടിക്കൊണ്ട് പോവാ. ഒരു ഇതും കൂടെ എന്തിനി? എടാ ഞാൻ 3 പൊട്ടിച്ചോളൂ. 4
എടാ ഇവിടെ ഏത് എഡ്ജാടാ നീ പൊട്ടിക്കാൻ? ഒരു എഡ്ജ് മാത്രമേ ഞാൻ പൊട്ടിച്ചു. എടാ നീ എല്ലാ എഡ്ജും. എടാ അതിൻ്റെ അല്ല, നെതറിലുള്ള അത് മൊത്തത്തിൽ മൂട്. നെതറിലുള്ള എഡ്ജ് എടാ അത് മൊത്തത്തിൽ മൂടണ വൃത്തിയോടായോണ്ട ഞാൻ മൊത്തം മൂടി വെച്ചത്. ഞാൻ ഒരു കാണാൻ രസമട. ഞാനടി പകുതി ഭാഗം ഇല്ലാത്ത പോർട്ടലാണോ നിനക്ക് കാണാൻ രസം? ഞാൻ റെഡിയാക്കി തരാം. എടാ പെട്ടെന്ന് ലാസ്റ്റ് വന്ന് പോർട്ടൽ എനിക്ക് ബക്കറ്റ് കിട്ടിയ ടെലപ്പോർട്ട് അടിക്കും. ഇവിടെ നീ ഒന്ന് നെതറിൽ പോയ വേറെ സ്ഥലം എന്തിനി പോടാ. എനിക്കെൻ്റെ കോഴി ഫാം നോക്കണം. കോഴി ഫാം, പശു ഫാം, എൻ്റെ ആട് വേണം. എൻ്റെ പേരിൽ എത്ര ആടുണ്ടെന്നറിയോ? അണ്ടിയാണ്. എൻ്റെ ആണാ? അണ്ടിയാണ്. നമ്മുടെ NUCന ടേബിൾ അല്ല ഉണ്ടാക്കിയോ? എന്നാ ഇവിടെ ഇങ്ങോട്ടങ്ങ് വെക്ക്. ഉണ്ടായില്ല. എടാ ലാപ്പിസ് ഉണ്ട്. ഇതാ എവിടെ? സോർഡിന് ഷാർപ്പ്നെസ് 1 ഉണ്ട്. ഡയമണ്ട് പിക്കാക്സിന് അൺബ്രേക്കിംഗ് എഫിഷ്യൻസി 1, പിക്കാക്സിന് എഫിഷ്യൻസി 1 ഉണ്ട്. ബോഡിന് പവർ 1. എടാ നോക്ക് ബാക്ക് ആണോ നല്ലത്? സ്മിത്ത് 1 ആണോ നല്ലത്? മൂന്നാമത്തെ എന്ത്? സ്മിത്ത് 1 ഞാൻ അറിയാതെ നിൽക്കരുത് കേട്ടോ. സാധയുടെ ഷാർപ്പ്നെസ് 1 ഉണ്ട്. നിനക്ക് വേണ്ടി ഞാനൊരു ബോ ഇതാക്കാം. എടാ എഫിഷ്യൻസി എന്നാടാ ഞാൻ പവർ 1 ഉള്ളൊരു ബോ തരാം. എന്നാ പോടാ, എനിക്കൊന്നും വേണ്ട. ഇവിടെ പവർ 1 പവറിനുള്ള ബോ എൻ്റെ അടുത്തുണ്ട്. നമുക്ക് ഒരു ബുക്ക് ഷെൽഫ് എങ്കിലും വേണം. ഞാൻ ഇച്ചിലൂടെ കരിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് കരിമ്പിൻ്റെ ഫാം കൂടെ ഉണ്ടാക്കണം. പൂർണ്ണ കർഷകനാണ് ആർക്കെങ്കിലും സമയം ഇല്ലാന്ന് എൻ്റെ മനസ്സിലാകുന്നു. ഇനി എല്ലാ സ്ഥലം മൊത്തം വിഭജിച്ച് ഇതൂടെ ഒന്നുമില്ല. അവിടെ വെച്ചോളാം, നമുക്ക് ആവശ്യമില്ല.
പശുവിനെ കൊല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. തലപ്പോട്ടടിച്ച് വാടോ. നീ ഇവിടെ വാടാ, അതിന്റെ ഇത്രയും റോട്ട് എടുത്തോട്ട് ഒന്ന് വീട്ടിൽ എടുത്തിട്ട് വാടാ, അവിടെ എന്തോ ചെസ്റ്റ് ഉള്ളത്, ഒന്ന് വാടാ. ഒരു മിനിറ്റ്. ഞാൻ വലിയ ഓക്കെ ഇതാ വരിക. 29 ഇതുകൊണ്ട് ആ 27. നമുക്ക് അവൻ്റെ അടുത്ത് പോകാം. ഇന്ന് പിടിച്ചോ. എവിടെ പോയി? ആ ഇന്ന് പിടിച്ചോ. നിന്റെ വാറ്റ് പശുവിനെ കൊണ്ടുവരുന്നതായിരിക്കും. കുറച്ച് വീട്ടിഞ്ചാടോ. കുറച്ച് വീട്ടിഞ്ചാടാ. അപ്പത്തെ ആട്. നീ ആടിനെ കളക്ട് ചെയ്യും, പശുവിനെ കളക്ട് ചെയ്യും. ഒരാട് ഓടി വരുന്നു, എന്നെ രക്ഷിക്കൂ. എൻ്റെ പശു, എൻ്റെ പശു, എൻ്റെ ആട്. എൻ്റെ രണ്ടാടിന് എന്നോട് വന്നു. പശു ഇങ്ങോട്ട് വേണം. പശുവിനെ ഞാൻ കൊണ്ടുപോകണം. എൻ്റെ പശു ഒരു പശു താഴേക്ക് ഈ ആട് വേണ്ട ഫ്രിഡ്ജിക്കകത്തൂടെ നിന്റെ പോച്ച ആടല്ലേ സോറി പശു. എടാ എല്ലാം ഇങ്ങോട്ട് വാടോ. എടാ അതിൻ്റെ ഇടയ്ക്ക് ഇത് കോഴി. കോഴിയല്ലേ ഇവിടെ? എല്ലാവരും ഇങ്ങോട്ട് വരും. കോഴി ഇപ്പുറത്ത് വരും. എടാ കോഴി എടാ എല്ലാവരും ഇങ്ങോട്ട് വാടോ. കോഴി എടാ ഒരു മുട്ട ഡീസ്പോൺ ആയിക്കോടാ എൻ്റെ കണ്ണു വെച്ച്. എടാ ആ മുട്ട ഞാൻ ഡീസ്പോൺ ആവാൻ സമ്മതിക്കില്ല. വാടാ. എടാ കോഴി എടാ ഇതെന്താണേ? ഓക്കെ ഇനി ഞാനേ എൻ്റെ ഈ 2 കോഴിയൊക്കെ വരാൻ പറ്റുന്നില്ല. കോഴി ഇവിടെ എടി ഇതൊന്ന് അടക്കി. എന്ത്? ഇത് ഒന്ന് ഫെൻസും കൊണ്ട് അടക്കി. എവിടാ? ഈ ഫെൻസും കൊണ്ട് അടക്കി. ഞാൻ ചാടി വന്നോളാം. കണ്ടോ?
ആടുമാമയൊക്കെ ഇങ്ങോട്ട് വാ. പശുമാമ ഇവിടെ വാ. ആടുമാമ ഇവിടെ വാ. എടാ ആടുമാമനെ കൊണ്ടുപോകണം. ഞാൻ പശുമാമനെ കൊണ്ടുപോയി. അപ്പോൾ ഈ പശുവിനെ കൂടെ ഒന്ന് കൊണ്ടുപോകാം. അവിടെ നീ എനിക്കൊരു ഐഡിയ. നീ ആ പശുവിന് തിന്നാൻ കൊടുക്കും. ഇവർ രണ്ടുപേരും കൂടി ഡിങ് ഡിങ് ബൊമ്പോ. അതിൻ്റെ ഇടയ്ക്ക് എടാ അതങ്ങ് പൊട്ടിച്ചാളാ. എനിക്ക് പശുക്കുട്ടി ഇപ്പത്തോട് വരൂടാ. എൻ്റെ കയ്യിൽ 2 മുട്ടയുണ്ട്. എടാ അത് പിടിക്കില്ലേ? പശു ഇവിടെ ഫെൻസ് ഉണ്ടോടാ? ഉണ്ട്. എനിക്ക് ആ ബ്ലോക്കിന്റെ അവിടെ വെക്കി. ഇവിടെ ആടി കൂടെ അവിടെ പോയി. ഓക്കെ ഇനി ഇവിടെ വെക്കി. എടാ എൻ്റെ കയ്യിലുള്ള ഫ്രണ്ട്സ് അവിടെ പോയി. 5 കിട്ടി. 8 കിട്ടിയോ? 8 ഇട്ട്. എടാ ഇങ്ങോട്ട് വേണം. കിട്ടിയാ? ഇല്ല കിട്ടി. ഇനി നമ്മുടെ സത്യം പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന ഒരു പൊട്ടത്തരാണല്ലോ. എടാ വീറ്റ് മാറ്റണ കയ്യിൽ വീറ്റ് കയ്യിൽ നിന്ന് മാറ്റണ. വീട്ടിൽ കയ്യിൽ നിന്ന് മറ്റേ സോടക്കി 2 കുട്ടികളായി. ഓക്കെ ഞാനോ ഡൗട്ട് വെച്ചോട്ടെ. നമ്മക്കേ കുറച്ച് കാർബറ്റ് ഉണ്ടാക്കിയ എളുപ്പമാണ്. അല്ല ഞാൻ ഈ വീറ്റിൻ്റെ സ്ഥലത്ത് നിന്ന് അല്ല ഈ ആടിൻ്റെ സ്ഥലത്ത് നിന്ന് എങ്ങനെ മാറും? നീ കുറച്ച് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു ചീർച്ച ഉണ്ടാക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് കാർബറ്റ് വേണം. അങ്ങനെയാണ് തൽക്കാലത്തേക്ക് പിഗിക്കുട്ടനെ. യെസ് പ്ലീസ്. ഇനി അപ്പുറത്ത് പിഗിനെയും കൂടെ വളർത്താം. പിഗിനെ വളർത്തുമ്പോഴേക്ക് നമുക്ക് എവിടെ പോയി? അയ്യോ അതിന് കുഴപ്പമില്ല. ചെസ്റ്റിൽ വെക്കി. ഓക്കെ ഒരു ഷീസ് കൊണ്ടിട്ട് ഇവിടെ വന്നിട്ടേ ഞാൻ തരുന്ന സാധനം പിടിച്ചോണം. ഇതെല്ലാം കൊണ്ട് ചെസ്റ്റിൽ വെക്കണം. എടാ ഇങ്ങോട്ടുള്ള ഡോർ എന്തി? നീ വെച്ചില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു. എന്നാ പിടിച്ചോ. കിട്ടിയില്ലേ? അവിടെ ഇത് ഡോറൊന്നും വെക്കടേ. എന്നാ പിടിച്ചോ. ഓക്കെ ഡോർ വെക്കാൻ പോവാ. ഡോറ് കിട്ടിയില്ല. അയ്യോ അയ്യോ ഓക്കെ അപ്പോൾ ഗൈസ് നിക്ക് എൻ്റെ കയ്യിൽ ലീഡുണ്ട്.